ഗുരുവായൂരപ്പൻ്റെ വളരെ രസകരമായ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഏതാണ് എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും വലിയൊരു ഉത്തരം നൽകുന്ന കഥയാണ്. പണ്ട് ഒരു വലിയ നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ഒരാൾ, കേരളത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തി, ഗുരുവായൂരപ്പൻ്റെ നടയിൽ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടി ഒരു ആനയെ നടക്കിരുത്തി. അപ്പം പറഞ്ഞു കേട്ടിട്ടുള്ളതനുസരിച്ച് ആനയെ നടക്കിരുത്തിയതിന് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പം സാധാരണഗതിയിൽ ഭഗവാൻ എന്തെങ്കിലും നടക്കിരുത്തുകയോ ദക്ഷിണ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വച്ചടി ഉയർച്ചയും വളരെ സന്തോഷവും സൗഭാഗ്യവും ഒക്കെയാണ് വരേണ്ടത്. പക്ഷേ എന്തോ ചെറിയ ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഭഗവാന് ആനയെ നടക്കിരുത്തിയതിന് ശേഷം എന്താണ് ആ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ദേവപ്രശ്നം വെച്ചു. അവൻ ദേവപ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞത് വളരെ ദരിദ്രയായ ആരോഗ്യമില്ലാത്ത ഒരു അമ്മ കണ്ണന് കാണാൻ വേണ്ടി ഗുരുവായൂർ വന്നു. അപ്പോൾ ഈ ഗുരുവായൂർ വന്നപ്പം കയ്യിലൊന്നും ഇല്ലാത്തത് കാരണം അമ്മ ഈ കുഞ്ഞിക്കുരു ഉണ്ടല്ലോ, കുഞ്ഞിക്കുരുവാണ് കുറെ ശേഖരിച്ച് കണ്ണനായിട്ട് കയ്യിൽ കൊണ്ടുവന്നത്. അങ്ങനെ അമ്മ ആ സങ്കടപ്പെട്ട് ആഹാരം കഴിക്കാനില്ലാതെ വളരെ ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ആ സ്ത്രീ കണ്ണന്റെ അമ്മ കൊണ്ടുവന്ന് കൊടുത്ത ആ കുഞ്ഞിക്കുരുകൾ അവിടെ ക്ഷേത്രത്തിന്റെ നടയിൽ കാഴ്ചവെച്ചിരുന്നു. അപ്പൊ ആ കാഴ്ചവെച്ചിരുന്നതിൽ കുഞ്ഞിക്കുരുകൾ അകത്തേക്ക് എടുത്തോണ്ട് പോയതിൽ എങ്ങനെയോ ഒരു കുഞ്ഞിക്കുരു തറയിൽ വീണിരുന്നു. ഈ തറയിൽ വീണ കുഞ്ഞിക്കുരുവിന്റെ പുറത്താണ് ആനയെ നടക്കിരുത്തുന്നതിന് മുമ്പ് കമ്പളം വിരിച്ച് അവിടെ നല്ല ഇതാക്കിയിട്ടിരുന്നു. ആ കമ്പളം വിരിച്ചു. അപ്പൊ അതിന്റെ അടിയിലായി പോയി കുഞ്ഞിക്കുരു. ഈ കുഞ്ഞിക്കുരുവില് ആന കയറി അങ്ങ് ചവിട്ടി, പൊട്ടിപ്പോയി. ദരിദ്രയായ ആരോഗ്യമില്ലാത്ത തന്റെ അമ്മ തനിക്കായി വളരെ സ്നേഹത്തോടു കൂടി കൊണ്ടുവന്ന ആ ഒരു കുഞ്ഞിക്കുരു എന്റെ മുന്നിൽ നടക്കിരുത്താൻ കൊണ്ടുവന്ന ആ ആന ചവിട്ടി പൊട്ടിച്ചപ്പോൾ ആ കുഞ്ഞു ഹൃദയം, ആ അമ്പാടി കണ്ണന്റെ ഹൃദയം പെട്ടെന്നങ്ങ് വിഷമം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ അങ്ങ് വിതുമ്പല് കൊണ്ടുവന്നു. അതിന്റെ പ്രത്യാഘാതമാണ് ആ ബുദ്ധിമുട്ടുകളെന്നും മനസ്സിലായി. അപ്പം ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് സ്നേഹത്തോടു കൂടി അർപ്പണത്തോടു കൂടി ഗുരുവായൂരപ്പന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുക. അല്ലാതെ നിങ്ങൾ കോടീശ്വരനാണ്, നിങ്ങൾക്ക് ആന കൊണ്ടുവന്ന് ഗുരുവായൂരപ്പൻ നടക്കിരുത്തിയ ഫസ്റ്റ് പ്രിഫറൻസ്, നിങ്ങൾ ദരിദ്രനാണ്, നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പൂവിന് ലാസ്റ്റ് പ്രിഫറൻസ് എന്ന് ചിന്തിക്കുന്നവൻ ആണ് യഥാർത്ഥ മണ്ടൻ. നിങ്ങൾ ആത്മസമർപ്പണത്തോടുകൂടി നിങ്ങളുടെ യഥാർത്ഥ മനസ്സ് നിറഞ്ഞ ആ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ, ചെറിയ കുട്ടിയാണ്, ആ ഉണ്ണിക്കണ്ണൻ എന്ത് കൊടുത്താലും അവന് സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരു ചെറിയ മുട്ടായിയോ കളിപ്പാട്ടോ ഒക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ വലിയ സന്തോഷമാകും. പക്ഷെ അതുപോലും വാങ്ങാൻ നിവർത്തിയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അർപ്പണത്തോടുകൂടി നിങ്ങൾ എന്ത് കൊണ്ടു കൊടുത്താലും ഒരു കുഞ്ഞിക്കുരു ആയാലും അവന് ഏറ്റവും പ്രിയപ്പെട്ടത് അത് തന്നെയായിരിക്കും. അതിനേക്കാൾ മുകളിലല്ല ഗുരുവായൂരപ്പനൊന്നും. ഓം നമോ ഭഗവതേ വാസുദേവായ.